തലവേദന അനുഭവപ്പെടാത്തവർ വിരളമായിരിക്കും. ശക്തമായ തലവേദനയോടുകൂടി നെറ്റിയുടെ ഏതെങ്കിലും ഒരു വശത്തുണ്ടാകുന്ന വേദനയാണ് മൈഗ്രെയിൻ. വിട്ടുമാറാത്ത ന്യൂറോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ക്രമക്കേട് എന്ന് മൈഗ്രെയിനെ പറയാം. ഞാൻ ഡോക്ടർ ജുസ്ന നസീം, ജെ ഹോമിയോപ്പതി, വൈലത്തൂർ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. വെളിച്ചത്തോടുള്ള അസഹ്യത, ഉയർന്ന ശബ്ദം കേൾക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഛർദി, കണ്ണിൻ്റെ മുന്നിൽ വെളിച്ചം മിന്നിമാറിയുന്നത് പോലെ തുടങ്ങിയവയെല്ലാം മൈഗ്രെയിനിൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ്. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ശരീരം ചില ലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങും. ഇതിനെ പ്രീ മൈഗ്രെയിൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നത് തിരിച്ചറിയുവാനും വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുവാനും പ്രീ മൈഗ്രെയിൻ സ്റ്റേജ് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. മിക്ക ആളുകൾക്കും മൈഗ്രെയിൻ വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പോ ചിലപ്പോൾ ആഴ്ചകൾക്ക് മുമ്പോ പ്രീ മൈഗ്രെയിൻ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. എന്നാൽ എല്ലാ മൈഗ്രെയിൻ തലവേദനയ്ക്ക് മുമ്പും ഈ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നും ഇല്ല. എങ്കിലും ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് പ്രതിരോധത്തിനും ചികിത്സക്കും വളരെ ഗുണം ചെയ്യും. ഹോമിയോപ്പതിയിൽ ലക്ഷണങ്ങൾ നോക്കിയാണ് ചികിത്സയും മരുന്നും നിശ്ചയിക്കുന്നത്. ഹോമിയോപ്പതി ചികിത്സ വഴി മൈഗ്രെയിൻ പരിപൂർണമായും മാറ്റിയെടുക്കാവുന്നതാണ്. പ്രീ മൈഗ്രെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു പ്രധാന ലക്ഷണമാണ്. വിഷാദമുഖമാവുകയോ അമിതമായ ഉത്കണ്ഠയുണ്ടാവുകയോ അല്ലെങ്കിൽ മൂകമായിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. മസിലുകളിലും കഴുത്തിലും തോളിലും അനുഭവപ്പെടുന്ന വേദന. മൈഗ്രെയിൻ അറ്റാക്കിന് മുമ്പ് ഭക്ഷണത്തിനോട് കൂടുതൽ ആസക്തി തോന്നുന്നതും സാധാരണമാണ്. പ്രത്യേകിച്ചും മധുരത്തിനോടും ബേക്കറി സാധനങ്ങളോടും. പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളോട് പ്രിയം കൂടും. ഏകാഗ്രത കുറവ് തോന്നുകയോ ആശയക്കുഴപ്പം തോന്നുകയോ ചെയ്യുക. രാത്രി നല്ല ഉറക്കം കിട്ടിയിട്ടും പകൽ ഉറക്കം തൂങ്ങുകയോ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം തോന്നുകയോ ചെയ്യുക. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും മലബന്ധമോ അല്ലെങ്കിൽ വയറിളക്കമോ പലരിലും കാണാറുണ്ട്. അടിക്കടി മൂത്രമൊഴിക്കുന്നതും പ്രീ മൈഗ്രെയിൻ ലക്ഷണങ്ങളിൽ ഒന്നാണ്. വെളിച്ചത്തോടും ശബ്ദത്തോടും അമിതമായ അസ്വസ്ഥത കാണിക്കുന്നതും ഇവയിലെ ഒരു പ്രധാന ലക്ഷണമാണ്. മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ അടിക്കടി ഉണ്ടാകുകയും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മൈഗ്രെയിൻ ആണോ എന്ന് ഉറപ്പുവരുത്തുകയും തുടർ ചികിത്സ തേടാവുന്നതും ആണ്. മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതും ഒരു പരിധിവരെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ സഹായിക്കും. എന്തൊക്കെയാവാം കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്ഥിരമായി ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കൂടുതലായും മൈഗ്രെയിൻ കാണാറ്. പതിവായി വ്യായാമം ചെയ്യുന്നയാൾ ഒരു ദിവസം അത് നിർത്തിയാൽ മൈഗ്രെയിൻ ഉണ്ടാകാം. പെട്ടെന്ന് വ്യായാമം തുടങ്ങിയാലും മൈഗ്രെയിൻ വരാം. ശരീരത്തിൽ ജലാംശം കുറയുന്നത്, ഉറക്കമില്ലായ്മ, ടെൻഷൻ, കുടുംബ പ്രശ്നങ്ങൾ, കാപ്പി കൂടുതലായി കുടിക്കുന്നത്, ചോക്ലേറ്റ് കഴിക്കുന്നത്, വെയിൽ കൊള്ളുന്നത്, പതിവായി കഴിക്കുന്ന സമയത്തിൽ നിന്നും സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നത്, ദൂരയാത്ര ചെയ്യുന്നത് തുടങ്ങിയവയെല്ലാം മൈഗ്രെയിൻ്റെ കാരണങ്ങളായേക്കാം. എല്ലാവർക്കും ഒരേ കാരണങ്ങൾ കൊണ്ടല്ല മൈഗ്രെയിൻ തലവേദന വരുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കാം കാരണങ്ങൾ. പതിവായി വരുന്ന മൈഗ്രെയിൻ ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യാസം ഉണ്ടാവുകയോ മരുന്ന് കഴിച്ചിട്ടും അടിക്കടി തലവേദന ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകാൻ മടിക്കരുത്. ഹോമിയോപ്പതി കൊണ്ട് വളരെ ഫലപ്രദമായി മൈഗ്രെയിൻ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്.